ഹായ് ഹലോ പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീനിവാസന്റെ കൂടെ ചേർന്ന് വിക്രം പാർട്ടിയിൽ വീണ്ടും സജീവമായെന്ന കാര്യം വേദയെ അറിയുമ്പോൾ വിക്രം വീണ്ടും അയാളെ വിശ്വസിച്ച് ഓരോ അപകടത്തിൽ ചെന്ന് ചാടുകയാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് തന്നെ തനിക്കെൻ്റെ വീട്ടിലേക്ക് പോവാൻ ഒരു കാരണം കണ്ടെത്തി വിക്രം ആ മലക്ക് പോയതിനു ശേഷം ആ വീട് വിട്ട് ഇറങ്ങണമെന്ന് അവൾ തീരുമാനിക്കുന്നുണ്ട്. ലക്ഷ്യം മുന്നിൽ നിർത്തിക്കൊണ്ട് വിക്രമിനെ ഇല്ലാതാക്കാനുള്ള പദ്ധതിയുമായിട്ട് ശ്രീകാന്തും വാസവനും കൂടെ കൂട്ടുന്നുണ്ട്. വാസവനോട് വിക്രമിനെ ഇല്ലാതാക്കിനെ കുറിച്ച് പറയുമ്പോൾ അയാളുടെ മനസ്സിൽ അത് ശരിയല്ല എന്നൊരു തോന്നലുണ്ടെങ്കിലും ദീപ്തിയുടെയും വരുണന്റെയും വിവാഹം നിശ്ചയം വളരെ ഗ്രാൻഡായിട്ട് നടത്താമെന്നും വാസവന് വാക്ക് കൊടുക്കാൻ ശ്രീകാന്തിന്റെയും വർഷയുടെ അച്ഛന്റെയും ചതി മനസ്സിലാക്കാതെ വാസവൻ സമ്മതം മൂളുകയും ചെയ്യുന്നുണ്ട്. ശ്രീകാന്തും ഉദ്ദേശിക്കുന്നത് വിക്രമിനെ കൊന്ന കുറ്റത്തിന് വരുണിനെ ജയിലിലാക്കാം, അതോടുകൂടെ തന്റെ രണ്ട് പെങ്ങന്മാരുടെ ജീവിതം രക്ഷപ്പെട്ടെന്നാണ് അയാൾ കരുതുന്നത്. അങ്ങനെ വാസവൻ തന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. വരുണും ദീപ്തിയും സ്നേഹത്തിലാണെന്നും വരുണിന് നല്ല മാറ്റമുണ്ടെന്നൊക്കെ വാസവന് മനസ്സിലാവാട്ടോ. ആ സമയത്ത് ദീപ്തി ഈ കാര്യമായിട്ട് വരുണിനോട് സംസാരിക്കാണ്. തന്റെ ചേട്ടന്റെ ചതിയാണ് വേദ ചേച്ചിയെ തിരികെ കൊണ്ടുവരാനെന്ന് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി കാണും. അങ്ങനെ വിക്രം മല ചവിട്ടാനായിട്ട് പോകുമ്പോൾ വളരെ സങ്കടത്തോടെയാണ് രണ്ടുപേരും. ആ ഒരു നിമിഷം പോലും വേദക്കറിയാം വിക്രം വരുമ്പോൾ താൻ ഈ വീട്ടിലുണ്ടാവില്ലെന്ന കാര്യം. അങ്ങനെ വിക്രം മല ചുവട്ടാനായി പോണ സമയത്ത് ഏതാ തൻ്റെ ബാഗും എടുത്ത് പുറത്തേക്ക് വരുന്നുണ്ട്. എന്താ മോളെ, നീ ഇതെവിടെയാ പോകുന്നത്? കമലാമ്മയുടെ ചോദ്യത്തിന് മറുപടി പറയാതെ സങ്കടത്തോടെ അവിടെ നിന്ന് ഇറങ്ങാം. ഇല്ലമ്മേ, ഇനി വീട്ടിൽ എനിക്ക് തുടരാൻ കഴിയില്ല. വിക്രം ഒരിക്കലും മാറില്ലെന്ന കാര്യം എനിക്ക് മനസ്സിലായി. എന്തിനാ അമ്മേ ഞാനിവിടെ കഴിയുന്നത്? വേദയുടെ സങ്കടത്തോടുള്ള ചോദ്യം കേട്ട് ഉത്തരമില്ലാതെ നിൽക്കാണ്. മാഷിനും ഇത് തകർന്നൊരവസ്ഥയാണ്. തൻ്റെ മകൻ തെറ്റിച്ചിട്ടില്ലെന്ന് തന്നെ വേദ ബോധ്യപ്പെടുത്തിയത്. പക്ഷേ ഇപ്പോൾ അവനൊരിക്കലും നന്നാവില്ലെന്ന് പറഞ്ഞ് ഈ പടിയിലിറങ്ങണമെങ്കിൽ അതിൻ്റെ പിന്നിൽ വ്യക്തമായിട്ടുള്ള എന്തോ കാരണമുണ്ട്. മോളെ വേദ, നിന്നൊരിക്കലും ഞാൻ തടയില്ല. ഗുണ്ടയായിട്ട് നടക്കുന്ന തൻ്റെ മകൻ്റെ ജീവിതത്തിലേക്ക് നീ വരണമെന്നും അങ്ങനെ നിന്റെ ജീവിതം നശിപ്പിക്കണമെന്നും ഞാൻ ഒരിക്കലും കരുതില്ല. പക്ഷേ അത് ഞാൻ പറയില്ല. ഇപ്പം നീ ഇവിടുന്ന് പോയാൽ എൻ്റെ മകൻ പുതിയ മനുഷ്യനായി തിരിച്ചു വരികയാണെങ്കിലോ? എന്നാലും മോളോട് തന്നെ ഞാൻ കൂടെ ഉണ്ടാവും. മോളുടെ അഭിപ്രായത്തിനും മോളുടെ വാക്കിനൊക്കെ ഒരു വില അച്ഛൻ തരും. മോളുടെ ഇഷ്ടം നിന്റെ വീട്ടിലേക്ക് തിരികെ പോവുകയാണെങ്കിൽ അത് നടക്കട്ടെ എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മുമ്പിൽ ചങ്ക് പൊട്ടി വേദനയോടെയാണ് വേദ ആ പടി ഇറങ്ങാണ്. വേദ പോയതോടുകൂടി ആ വീടൊരു മരണ വീടായി മാറുന്നുണ്ട്. വിക്രം വരുമ്പോഴും വേദയെ അവിടെ കാണുന്നില്ല. അങ്ങനെ മലച്ചുവട്ടി വിക്രം പുതിയ പ്രതീക്ഷയോടെയാണ് വീട്ടിലേക്ക് എത്തുന്നത്. അപ്പോഴാണ് വേദ അവളുടെ വീട്ടിലേക്ക് തിരികെ പോയെന്നും ഇനി ഒരിക്കലും വരുന്നില്ല എന്നും നന്ദിനിയെ വന്നപാടെ പറയുന്നുണ്ട്. ആ വിക്രം എത്തിയല്ലോ, എന്തായാലും നിനക്ക് നല്ല സുഖമായി. നിന്റെ ഭാര്യ എന്ന് പറഞ്ഞ ആ വേദയുണ്ടല്ലോ, അവൾ ഈ വീട്ടിൽ നിന്ന് പോയി. വേദ വീട്ടിൽ നിന്ന് പോയെന്നോ? എന്താ നന്ദിനിയെടുത്ത് ഈ പറയുന്നത്? അതേനെ, അവൾ ഇവിടുന്ന് പോയി. നിന്നോടുള്ള സഹവാസം അവൾ മതിയാക്കിയെന്ന്. ഗുണ്ടയായ വിക്രം ഒരിക്കലും മാറില്ലെന്ന് അങ്ങനെ അവൾ പറഞ്ഞോ? ആടാ, നീ ആ ശ്രീനിവാസനും കൂടെ ചേർന്ന് എന്തൊക്കെയാടാ ചെയ്തു വെക്കുന്നത്? അതിൻ്റെ ഫലം കൊണ്ട് തന്നെയാണ് ആ കുട്ടി ഈ വീട് വിട്ടു പോയതെന്ന് കമലാമ്മ സങ്കടത്തോടെ പറയുന്നുണ്ട്. അതെ, ഞാൻ എന്ത് ചെയ്തെന്നാണ്? അയാളെ കൂടെ നീ ഒന്നും ചെയ്തില്ലേ? അയാളുടെ കൂടെ വിടാൻ നിന്നോട് എത്ര പറഞ്ഞിട്ടുണ്ട് വേദ? പക്ഷെ നിനക്ക് അനുസരിക്കാൻ വയ്യല്ലോ. അങ്ങനെ വേദയെ വിളിക്കുന്നുണ്ടെങ്കിലും വേദ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല കേട്ടോ. ആ ഒരു സമയത്ത് ശ്രീകാന്തിന് വേദ തിരികെ വന്നെന്നറിയുമ്പോൾ പത്മയും അവളുടെ അച്ഛനൊക്കെ സന്തോഷമാകുന്നുണ്ടെങ്കിലും തൻ്റെ മകൾ പൂർണ്ണ മനസ്സോടെയല്ല തിരികെ വന്നെന്ന് ശങ്കരനാരായണനും പത്മയ്ക്കും മനസ്സിലാവാണ്. എന്താ മോളെ, എന്താ നിനക്ക് പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ അമ്മയോട് എന്നോടൊന്ന് ചോദിക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ പൊട്ടിക്കരയുന്നുണ്ട്. എന്താ എൻ്റെ കുട്ടി, നിനക്ക് എന്താ പറ്റിയത്? എന്തുകൊണ്ടാണ് നീ വിക്രമിനെയും ആ വീടും ഉപേക്ഷിച്ച് വരണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും, അതെനിക്ക് ഉറപ്പാ എന്ന് മുത്തശ്ശി അവളോട് പറയുമ്പോൾ അവൾക്ക് അതിന് ഉത്തരമില്ലായിരുന്നു. അങ്ങനെയാണ് ദീപ്തി സത്യങ്ങൾ കണ്ടുപിടിക്കുന്നത്. ശ്രീകാന്തേട്ടനാണ് ഇതിനെല്ലാം കാരണമെന്ന് അവൾ എല്ലാവരുടെ മുമ്പിൽ തെളിയിക്കുന്നുണ്ട്. വിക്രം ചേട്ടൻ്റെ അച്ഛനെ തട്ടിക്കൊണ്ടുപോയി ഇയാളാണ്. ഈ നാടകമെല്ലാം കളിച്ചത് വേദ ചേച്ചിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ഇയാൾ ഒരുപാട് പ്രയാസങ്ങൾ പെട്ടിട്ടുണ്ട്. അങ്ങനെ ശ്രീകാന്തിന്റെ മുഖം വലിച്ചു കീറുന്നുണ്ട്. ആ ഒരു എപ്പിസോഡ് ഈ ഒരു വീഡിയോയുടെ മുമ്പായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വേദ തിരിച്ചെത്തിയല്ലോ. ഇനി വിക്രമിനെ തീർത്ത് കളഞ്ഞാൽ അവൾ ആ വഴിക്ക് പോവില്ലെന്ന് ശ്രീകാന്ത് എല്ലാവരുമായിട്ട് കൂടിയാലോചിക്കുന്നുണ്ട്. എന്നാൽ വിക്രമിനെ വിളിച്ചിട്ട് ദീപ്തിയും വരുണും കാര്യം പറയുന്നുണ്ട്. ചേച്ചി ഒരിക്കലും മനസ്സറിഞ്ഞോണ്ടല്ല തിരികെ വന്നത്. വിക്രം ചേട്ടൻ അത് മനസ്സിലാക്കണം. തൻ്റെ ഏട്ടനാ അതിൻ്റെ പിന്നിൽ കളിച്ചിട്ടുള്ളത്.
അങ്ങനെ ശ്രീകാന്ത് ചെയ്ത ചതിയെല്ലാം വിക്രമിനെ ദീപ്തിയും വരുണും കൂടെ അറിയിക്കാണ്. അതോടുകൂടെ കലി തുള്ളുന്നതിന്. അതിനുശേഷം വരുൺ ഒരു സത്യം കൂടെ മനസ്സിലാക്കിയിരുന്നു. രാഷ്ട്രീയത്തിന്റെ മറവിൽ, ഈ ഒരു തിരഞ്ഞെടുപ്പിന്റെ മറവിൽ വിക്രം ചേട്ടനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രീകാന്ത് മെനയെന്നുള്ള കളിയും അയാൾ പറയുന്നുണ്ട്. വളരെ സൂക്ഷിക്കണം, വിക്രം ചേട്ടനെ കൊല്ലാൻ വേണ്ടിയിട്ട് പടയൊരുങ്ങുന്നുണ്ട്. തൻ്റെ അച്ഛൻ ഫോണിലൂടെ സംസാരിക്കാൻ ഞാൻ കേട്ടതാ. പക്ഷേ വിക്രമിനെ കൊല്ലണമെന്നും എൻ്റെ അച്ഛനില്ല. ഇപ്പോൾ എന്നോട് ശത്രുതയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ചേട്ടൻ ആ ഒരു എൻ്റെ അച്ഛൻ അതിലെല്ലാം വിട്ടു. പക്ഷേ ഏറെ നിർബന്ധം, ഇതേ നിങ്ങളുടെ ഭാര്യയുടെ ഏട്ടനാണ്, ഈ ദീപ്തിയുടെ ഏട്ടനാണെന്ന് പറയുന്നുണ്ട്. ആ, അതെനിക്ക് മനസ്സിലായി. എന്നെ കൊന്നിട്ട് ആ കൊലപാതകം നിന്റെ തലയിൽ വെച്ചിട്ട് 2 പെങ്ങന്മാരുടെയും ജീവിതം സേഫ് ആക്കാനാണ് ശ്രീകാന്ത് നോക്കുന്നത്. അത് കേട്ടതും വരുണാകെ നെട്ടുന്നുണ്ട്. ദീപ്തി എന്താ പറഞ്ഞത്? അതെ, അത് തന്നെയാണ് ശ്രീകാന്ത്. ഇതല്ല, ഇതിലപ്പുറം ചെയ്യും. അയാളെ പൂട്ടാനുള്ള വഴിയൊക്കെ എനിക്കറിയാം. എനിക്കെൻ്റെ ഭാര്യയെ വേണം. വേദക്കൊരിക്കലും ഞാനില്ലാതെയും അവളില്ലാതെ എനിക്കും പറ്റില്ല. അത് ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു ഇത്രയും ദിവസങ്ങൾക്കുള്ള. ആ സമയത്ത് ദീപ്തി പറയുന്നുണ്ട്, അത് പിന്നെ ദർശനുമായിട്ടുള്ള ചേച്ചിയുടെ വിവാഹം അവർ തീരുമാനിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ദർശനായിട്ടുമായിട്ടുള്ള വിവാഹം നടക്കും. അതിന് ദർശൻ സമ്മതിക്കുമോ? എന്തൊക്കെയോ പറഞ്ഞ് ദർശനെ സമ്മതിപ്പിച്ചിട്ടുണ്ട്. ചേച്ചിയും പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒന്നും നോക്കാനില്ലല്ലോ. ദർശനേട്ടനും ഒരുപാട് ആഗ്രഹിച്ചതാണല്ലോ വേദച്ചേച്ചി ഒരുമിച്ചുള്ളൊരു ജീവിതം. പക്ഷേ വേദച്ചേച്ചിയുടെ മനസ്സിൽ ഇപ്പോഴും വിക്രം ചേട്ടനാണെന്ന് എനിക്കറിയാം. ആ വിവാഹം നടക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അത് എൻ്റെ അച്ഛനെ തട്ടിക്കൊണ്ടുപോയി തൻ്റെ അച്ഛനെ ക്രൂരമായ 4 ദിവസങ്ങൾ അനുഭവിച്ച നിൻ്റെ ഏട്ടനെ ഒരിക്കലും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. പക്ഷേ ഞങ്ങളെല്ലാം എന്നെ കൊന്നിട്ട് വരുണിനെ ജയിലാക്കാനാണ് അയാളുടെ പ്ലാന്. അതൊരിക്കലും നടക്കാനും പോകുന്നില്ല. വിക്രം തീരുമാനിക്കണം. വിക്രം എപ്പം മരിക്കണമെന്ന്. ഒരിക്കലും അയാൾക്ക് എന്നെ ഒരു രോമത്തിൽ പോലും തൊടാൻ കഴിയില്ല. അങ്ങനെ ശ്രീകാന്ത് ആണെങ്കിലോ ഈ സമയം ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് കാറ് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അതിന് വിക്രമിനെ കണ്ടത്, എന്താടാ പുല്ലേ നിനക്ക് കാര്യം, വണ്ടി എടുത്ത് മാറ്റടാ, സൗകര്യമില്ല അളിയ, നീ ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ എനിക്കറിയാടാ, എൻ്റെ അച്ഛനെ തട്ടിക്കൊണ്ടു പോയത് നീ അല്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് മൂക്കിലിട്ടൊരു ഇടി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു സ്പ്രേ മുഖത്തടിച്ചതും ശ്രീകാന്തിൻ്റെ ബോധം മറിയാണ്. അങ്ങനെ വിക്രമും കൂട്ടാളികളും കൂടെ ചേർന്ന് ശ്രീകാന്തിനെ ഒരു കെട്ടിടത്തിൽ കെട്ടിയിടുന്നുണ്ട്. അവൻ്റെ കാറാണെങ്കിലോ ഒരു ദൂര സ്ഥലത്തേക്ക് മാറി പാർക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ശ്രീകാന്തുമായിട്ട് പോവാട്ടോ. ശ്രീകാന്ത് എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അങ്ങനെ രാത്രിയായിട്ടും ശ്രീകാന്ത് വരാതെ കാണുമ്പോൾ ശങ്കരനാരായണൻ പത്മയോട് ചോദിക്കുന്നുണ്ട്, എന്താ ഇത്ര നേരമായിട്ടും ശ്രീകാന്ത് വന്നില്ലേ? ഇല്ല, അയാളിപ്പോൾ എവിടെയാണെന്ന് അറിയില്ല. ഓ, അവൻ്റെ കൂട്ടുകെട്ടും അവൻ്റെ കയ്യിലിരിപ്പോ അങ്ങനത്തേതാണ്, അതുകൊണ്ട് ഭയക്കണം. എനിക്ക് പേടി വിക്രം അവനെ എന്തെങ്കിലും ചെയ്ത് കാണുമെന്നാ. ആ, വിക്രം അങ്ങനെ ഒരാളല്ല എന്ന് പറഞ്ഞുകൊണ്ട് വേദ അങ്ങോട്ട് വരുന്നുണ്ട്. ശ്രീകാന്തേട്ടനെ അങ്ങനെ ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. സ്വന്തം അച്ഛനെയല്ലേ അവിടെ തട്ടിക്കൊണ്ടുപോയി അദ്ദേഹത്തെ 4 ദിവസം ഉറക്കിക്കിടത്തിയത്. എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലോ? ആ കുടുംബത്തിൻ്റെ അത്താണിയാണ് അച്ഛൻ. ആ കുടുംബം മുഴുവൻ അദ്ദേഹത്തിന് വേണ്ടിയാണ് കാത്തിരുന്നത് എന്ന് പറയാണ്. അതിൻ്റെ പേരില തന്നെ പോലും ഭീഷണിപ്പെടുത്തി ഇവിടെ എത്തിച്ചത്. എന്നാലും മോളെ, വിക്രം അതെനിക്കറിയില്ല അച്ഛാ. വിക്രമിനെ മറക്കാനോ ദർശനമായൊരു വിവാഹത്തിനോ എനിക്കൊരിക്കലും കഴിയില്ല. ഇതെല്ലാം വേദയുടെ ഒരു നാടകം മാത്രമാണ്. വേദ, നിങ്ങൾ തീരുമാനിക്കുന്നു, ഞാൻ എല്ലാത്തിനും നിന്നിത്തരാം. എനിക്ക് എന്താവുമെന്ന് ഒരു ദൈവനിശ്ചയം അത്രമാത്രമേ ഞാൻ കരുതുന്നുള്ളൂ എന്നവൾ പറയുന്നുണ്ട്. അതിനുശേഷം ശ്രീകാന്തിന് വിക്രം തട്ടിക്കൊണ്ടുവരുത്ത് ഒരു പച്ച വെള്ളം പോലും കൊടുക്കുന്നില്ല കേട്ടോ. ഒരു തുള്ളി വെള്ളം കിട്ടാതെ ശ്രീകാന്ത് ആകെ അലറി വിളിക്കുന്നുണ്ട്. ഇല്ലടാ, നിനക്കൊരു തുള്ളി വെള്ളം പോലും തരില്ല. കാരണം നീ നരകയാതന അനുഭവിക്കേണ്ടവനാ. നീ എന്തൊക്കെ ചെയ്തു എൻ്റെ കുടുംബത്തോട്. ഒരിക്കലും നിന്നെ വെറുതെ വിടില്ല. നിന്നെ വെറുതെ വിട്ടാലുണ്ടല്ലോ നീ എന്നെ ജയിലിൽ കയറ്റിയെന്ന് എനിക്കറിയാം. പക്ഷേ ശ്രീകാന്തെ, നിൻ്റെ ഭാര്യയോട് നിൻ്റെ കാമിയെക്കുറിച്ച് ഞാൻ പറയുക തന്നെ ചെയ്യും. എന്നെയും എൻ്റെ കുടുംബത്തെയും ഉപദ്രവിക്കാൻ നോക്കിയാൽ നിന്നെ വിടില്ല. നിൻ്റെ പ്ലാൻ എനിക്കറിയാമായിരുന്നു. MLA വാസവൻ ഇനി നിന്റെ കൂടെ ഉണ്ടാവില്ല. കാരണം എന്നെ കൊന്നിട്ട് അയാളുടെ മകൻ്റെ തലയിൽ കെട്ടിവെക്കാനാ നീ പ്ലാൻ ഒരുക്കിയത്. 2 പെങ്ങന്മാരുടെ ജീവിതം നിനക്ക് സേഫ് ആക്കണമല്ലേ? പക്ഷേ നിന്റെ 2 പെങ്ങന്മാർക്കും നല്ല പയ്യന്മാരെ തന്നെയാണ് കിട്ടിയത്. നിന്നെപ്പോലൊരു നീചനല്ല അവരെ വിവാഹം കഴിച്ചത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വരുണും വിക്രമിൻ്റെ കൂടെ അവിടേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ പ്ലാനിങ് ഒക്കെ എനിക്ക് നന്നായിട്ടറിയാം. ഒരിക്കലും പഴയ ജീവിതത്തിലേക്ക് പോവില്ലെന്ന് കരുതിയതാണ്. പക്ഷേ നിങ്ങളുടെ ക്രൂരമായ പെരുമാറ്റം നിങ്ങളെ എന്നെ
വെച്ചു. ഇതെൻ്റെ ഏട്ടനാണ്, എൻ്റെ സ്വന്തം ഏട്ടനായിട്ട് തന്നെ ഞാൻ വിക്രം ചേട്ടനെ കാണുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ശ്രീകാന്തിന് നല്ല ഇടി കൊടുക്കാൻ വേണ്ടി വിക്രം വരുണിനോട് പറയുമ്പോൾ വേണ്ട, ഒരിക്കലും ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് ദീപ്തിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ദീപ്തിയുടെ ഏട്ടനായി പോയില്ലേ, എനിക്കൊരിക്കലും ഇദ്ദേഹത്തെ ഒന്നും ചെയ്യാനാവില്ല. ഇയാളെ കയ്യിലിരിപ്പോണ്ട് എനിക്കും വേദയുടെ ഏട്ടനാണെന്നല്ല ഒരിത് മാത്രമേ ഞാൻ ഇയാൾക്ക് കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് നീ ഇയാളെ അടിച്ച് ഞാൻ പല്ല് തെറിപ്പിക്കാത്തത് എന്ന് വിക്രം പറയാണ്. ആ സമയം ശ്രീകാന്തിൻ്റെ അവിധ ആയ ആ കാമുകി അവിടേക്ക് വരുന്നുണ്ട്. ശ്രീകാന്തിൻ്റെ നീചമായ മുഖം അവളും മനസ്സിലാക്കിയിരുന്നു. അവളെ ഇല്ലാതാക്കാനായിട്ട് തന്നെ വർഷയുടെ അച്ഛനും ശ്രമം നടത്തിയതും അവൾക്ക് മനസ്സിലായതോടുകൂടെ തന്നെ ശ്രീകാന്തിൻ്റെ എതിരാളിയായി മാറിയിരുന്നു അവളും. നീ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഇവരെല്ലാം ഒഴിവാക്കിയില്ലെങ്കിൽ നിന്റെ എല്ലാ രഹസ്യബന്ധവും നിന്റെ ഭാര്യയുടെ മുമ്പിൽ വെളിപ്പെടുത്തുമെന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്തിനെ ഇരുത്തുന്നുണ്ട് കേട്ടോ. അതോടുകൂടെ ശ്രീകാന്തിൻ്റെ കള്ളക്കളികളെല്ലാം പൊളിയാണ്. വേദയും വിക്രമും വീണ്ടും ഒരുമിക്കാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. വേദയും വിക്രമും മനഃപൂർവ്വമല്ല വേദ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതെന്നും അതിൻ്റെ പിന്നിൽ വലിയൊരു ചതി നടന്ന കാര്യവും മാഷും കുടുംബവും അറിയാണ്. മാഷിനെ തട്ടിക്കൊണ്ടുപോയ ശ്രീകാന്ത് അവൾ ആ ഒരു ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പുവെച്ചാൽ മാത്രമേ അയാളെ വെറുതെ വിടുമെന്ന് പറഞ്ഞപ്പോൾ വേദ അതിന് തയ്യാറായതാണെന്നും വീട് വിട്ടു പോയത് ഈ കുടുംബനാഥന് വേണ്ടിയാണെന്നും അറിഞ്ഞതും മാഷും കമലും ചങ്ക് പൊട്ടി കരയുന്നുണ്ട്. അതുപോലൊരു മോളെ നമുക്ക് ആഗ്രഹിക്കാൻ പോലും പറ്റില്ല. അത്രയും നന്മ ഉള്ളവളാ ഈ കുടുംബത്തിന് വേണ്ടി സ്വന്തം ഇഷ്ടവും താലിയും അവൾ ഉപേക്ഷിച്ച് പോയത്. കാരണം ഇവിടെ എൻ്റെ സന്തോഷം എൻ്റെ മാഷിൻ്റെ ജീവനും വേണ്ടിയാണെന്ന കാര്യം മാഷും കമലയും മനസ്സിലാക്കുന്നുണ്ട്. വേദയെ കാണാനായിട്ട് വേദയുടെ വീട്ടിലേക്ക് വരുമ്പോൾ വേദ അവരെ കണ്ടതും ഓടി വരുന്നുണ്ട്. മോളെ, നിൻ്റെ മഹത്വം ഞങ്ങൾ മനസ്സിലാക്കാതെ പോയല്ലോ. നീ എൻ്റെ മോളായിട്ട് ആ വീട്ടിൽ വരണമെന്ന് ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഇല്ലമ്മേ, വിക്രം ഇതുവരെ എന്നെ ഇഷ്ടമാണെന്നും ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. എന്നെ നഷ്ടപ്പെടുമെന്നാവുമ്പോഴേ വിക്രം അതിന് തുനിയുള്ളൂ. അമ്മ, എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. ഇവിടെ ദർശനമായിട്ടുള്ള വിവാഹത്തിന് ഞാൻ സമ്മതിക്കും. അതുപോലെ വിക്രമിന് എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് രാധയുമായിട്ടുള്ള വിവാഹം ഒന്ന് ആലോചിക്കണം. വിക്രം എന്താ പറയാന്ന് നമുക്ക് നോക്കാലോ. അങ്ങനെ വിവാഹ പന്തൽ ഉയരാണ്. അവിടെ രാധയുടെയും വിക്രമിൻ്റെ വിവാഹം. ഇവിടെയാണെങ്കിലോ ദർശൻ്റെയും വേദയുടെയും വിവാഹം. ആ നിമിഷം വിക്രം ആ വലിയ സത്യം മനസ്സിലാക്കാണ്. തനിക്കൊരിക്കലും വേദയില്ലാതെ ആവില്ലെന്നും തൻ്റെ ജീവവായു പോലും അവളാണെന്നും അവൻ മനസ്സിലാക്കുന്നുണ്ട്. അതിനുശേഷം അവളാണ് രണ്ടുപേരും വീണ്ടും ഒരുമിക്കാട്ടോ. കതിർ മണ്ഡപത്തിൽ വന്ന് വിക്രം വേദയോട് പറയുന്നുണ്ട്, നീ ഇല്ലാതെ എനിക്കൊരിക്കലും ആവില്ല വേദ, നീയാണ് എൻ്റെ ജീവവായു. അങ്ങനെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് ലോകം മൊത്തം പറയുന്ന പോലെ വിക്രം പറയുമ്പോൾ വേദയും വിക്രമും രണ്ടാമത് ഒരുമിക്കാട്ടോ. വീണ്ടും അവളുടെ കഴുത്തിൽ അവൻ ആ താലിക്ക് ചാർത്തുന്നുണ്ട്. സർവ്വ ഈശ്വരന്മാരെയും സാക്ഷി നിർത്തിക്കൊണ്ട്.